എവരിവൺ. അപ്പോൾ മക്കളെ, +2 എക്കണോമിക്സിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞു തരാനായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം +1ലേക്ക് വന്നപ്പം ഏത് സബ്ജക്റ്റ് ആണെന്ന് പോലും അറിയാണ്ടാണ് പലരും ക്ലാസ്സിൽ വന്നത് അല്ലേ. അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ്, ഇന്നേ വരെ കേട്ടിട്ടില്ലാത്ത കുറേ സബ്ജക്ട്സ് ഒക്കെ പഠിച്ച് ഇതാ നമ്മളിപ്പോൾ +2ലേക്ക് കയറുകയാണ് അല്ലേ. അപ്പോൾ +2ൽ നമ്മൾ നോക്കുകയാണെങ്കിൽ +2 എക്കണോമിക്സ് നമുക്കറിയാം. +1ൽ എങ്ങനെയായിരുന്നു? നമുക്ക് ഇന്ത്യൻ എക്കണോമിക്സ് ഡെവലപ്മെൻറ്റും അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സും ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ +2ലേക്ക് വരുമ്പോൾ നമുക്ക് എന്താ, ഇവിടെ നമുക്ക് 2 ഡിവിഷൻ ഉണ്ട്. ഒന്നാമത്താണ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയും, രണ്ടാമത്താണ് മാക്രോ എക്കണോമിക്സ്. ഇങ്ങനെ രണ്ടായിട്ട് വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൈക്രോ എക്കണോമിക്സ് നോക്കുകയാണെങ്കിൽ നമുക്കതിൽ 5 ചാപ്റ്റേഴ്സ് ആണുള്ളത്. എത്രയാണ്? 5 ചാപ്റ്റേഴ്സ്. ഒരു ചാപ്റ്റർ നമുക്ക് ഡിലീറ്റഡ് ആണ്. ഓക്കെ. ആൻഡ് മാക്രോ നോക്കുകയാണെങ്കിലോ നമുക്ക് 6 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഓക്കെ. അപ്പോൾ ടോട്ടൽ നമുക്ക് പഠിക്കാനുള്ളത് 11 ചാപ്റ്റേഴ്സ് ആണ്. കമ്പാരിറ്റീവ്ലി +1 വെച്ച് നോക്കുമ്പോൾ ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം കുറവാണ്. പക്ഷേ എന്ന് കരുതി പഠിക്കുന്നതിൽ ഒരു കുറവില്ല. നമുക്കറിയാം +1 എക്കണോമിക്സ് അത്യാവശ്യം ഈസിയാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവും. +2 എക്കണോമിക്സ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഓക്കെ. അപ്പോൾ കുറേ തിയറിയും കുറേ പ്രോബ്ലംസും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ മൈക്രോ മാക്രോ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഒരു വർഷം +2 കാലഘട്ടത്തിൽ നിങ്ങൾ എക്കണോമിക്സിൽ പഠിക്കുന്നത്. നമുക്ക് നോക്കിയാലോ. യെസ്, പിടിച്ചോളൂ. അപ്പോൾ നമ്മൾ സ്കീം ഓഫ് വർക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഓണം എക്സാമിൽ നിങ്ങൾക്ക് 3 ചാപ്റ്റേഴ്സാണ് പഠിക്കാനായിട്ടുള്ളത്. മൈക്രോയിലെ ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സ്. അപ്പോൾ അതിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് എന്ത്? ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ്. സിമ്പിൾ ചാപ്റ്ററാണ്. 4 മാർക്സിനാണ് വെയിറ്റേജ് വരുന്ന ആ ഒരു ചാപ്റ്റർ. ആൻഡ് സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ മൈക്രോയിലെ തന്നെ ഏറ്റവും ടഫസ്റ്റ് ആൻഡ് ലെങ്തിയസ്റ്റ് ആൻഡ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. ടഫ് എന്ന് പറഞ്ഞിട്ട് മിസ് പേടിപ്പിക്കുകയല്ല, പക്ഷേ നമ്മൾ പഠിച്ച് കഴിയുമ്പോൾ ഏറ്റവും ഫേവറേറ്റ് ചാപ്റ്റർ ആകാൻ പോകുന്ന ചാപ്റ്ററാണത്. തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയും. ഓക്കെ. 12 മാർക്സിനുള്ള ക്വസ്റ്റൻ ആയിരിക്കും ആ ഒരൊറ്റ ചാപ്റ്ററിൽ നിന്ന് വരുന്നത്. ഓക്കെ. ആൻഡ് അടുത്ത ചാപ്റ്ററാണ് എന്ത്? പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്. ഒട്ടും പുറകിലല്ല, 8 മാർക്സിനുള്ള ക്വസ്റ്റൻ ആയിരിക്കും ആ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു 3 ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് ടേം 1-ലുള്ളത്. അതായത് നമ്മുടെ ഓണം എക്സാമിൽ നിങ്ങൾക്ക് ഈ ഒരു 3 ചാപ്റ്റേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ. അപ്പോൾ ഈ ഒരു 3 ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ടേമിലുള്ളത്. അതായത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് കൊണ്ട് നമ്മളിത് മൊത്തം തീർക്കും, നമ്മൾ ഓണം എക്സാം എഴുതും. ഓക്കെ. ആൻഡ് നമ്മൾ അടുത്ത ടേമിലേക്ക് പോകണം. ടേം 2ലേക്ക് പോകുമ്പോൾ എന്താ? നമ്മുടെ മൈക്രോ എക്കണോമിക്സിൻ്റെ 4th ചാപ്റ്റർ, തിയറി ഓഫ് എ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. 10 മാർക്സിനുള്ള ക്വസ്റ്റൻ ആയിരിക്കും ആ ഒരു ചാപ്റ്ററിൽ നിന്ന് വരിക. ആൻഡ് അടുത്ത ചാപ്റ്ററാണ് എന്താ? മാർക്കറ്റ് ഇക്വിലിബ്രിയം. 6 മാർക്സിനുള്ള ക്വസ്റ്റൻ ആയിരിക്കും വരിക. സിമ്പിൾ ചാപ്റ്ററാണ്. നമുക്ക് ആദ്യം കാണുമ്പോൾ ഇതെന്താ ഇങ്ങനെ കുറേ ഗ്രാഫും കാര്യങ്ങളൊക്കെ, പക്ഷേ എന്താ നല്ല ഭംഗിയായിട്ട് പഠിച്ചു പോകാൻ പറ്റുന്നൊരു സാധനമാണ്. ഓക്കെ. ആൻഡ് എന്താണ്? മാക്രോ നമ്മൾ സെക്കൻഡ് ടേമിലാണ് തുടങ്ങുന്നത്. ക്രിസ്മസ് എക്സാമിൻ്റെ സമയത്താണ് തുടങ്ങുന്നത്. നോക്കി, ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സ്. സിമ്പിൾ ചാപ്റ്ററാണ്. ആ മാക്രോ എക്കണോമിക്സിലെ ഏറ്റവും സിമ്പിൾ ചാപ്റ്റർ ആയിരിക്കും ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. 3 മാർക്സിനുള്ള ക്വസ്റ്റൻ ആയിരിക്കും ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുക. ആൻഡ് നെക്സ്റ്റ് വൺ, ഇതും എന്താ മക്കളെ, നമ്മുടെ ഏറ്റവും ടഫസ്റ്റ് ചാപ്റ്ററാണ്. ഏറ്റവും ലെങ്തി ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ. മാക്രോയിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജും ടഫസ്റ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. ഇതിലും എന്താ കുറേ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ മൈക്രോയിലെ ടഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ആണെങ്കിൽ മാക്രോയിലെ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് ആണ്. ആൻഡ് അടുത്ത ചാപ്റ്ററാണ് മണി ആൻഡ് ബാങ്കിങ്. 6 മാർക്സിനുള്ള ക്വസ്റ്റൻ ആണ്. സിമ്പിൾ ചാപ്റ്ററാണ്. മോസ്റ്റ്ലി അതിൽ നിന്ന് തിയറി മാത്രമേ ഉള്ളൂ. ഓക്കെ. ആൻഡ് അടുത്ത ചാപ്റ്ററാണ് ഇൻകം ഡിറ്റർമിനേഷൻ. ഈ ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷേ എന്താ, പഠിച്ച് കഴിയുമ്പോൾ ഇത് ഇത്രയേ ഉള്ളായിരുന്നു എന്നൊരു തോന്നുന്നു നിങ്ങൾക്ക് അവിടെ വരും. 7 മാർക്സിനുള്ള ക്വസ്റ്റൻ ആണ് ആ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. ആൻഡ് അടുത്ത ചാപ്റ്ററാണ് ഗവൺമെൻറ് ബഡ്ജറ്റ് ആൻഡ് ദി ഇക്കോണമി. സിമ്പിൾ ചാപ്റ്ററാണ്. 6 മാർക്സിൻ്റെ ക്വസ്റ്റൻ ആയിരിക്കും ആ ഒരു ചാപ്റ്ററിൽ നിന്ന് വരിക. കൂടുതലും നിങ്ങൾക്ക് ആ ചാപ്റ്റർ കാണുമ്പോൾ ഭയങ്കര വലുതായിട്ടൊക്കെ തോന്നും, പക്ഷേ സിമ്പിൾ കാര്യങ്ങൾ മാത്രമേ അതിലുള്ളൂ. ആൻഡ് ലാസ്റ്റ് ചാപ്റ്ററാണ് ഓപ്പൺ എക്കോണമി, മാക്രോ എക്കണോമിക്സ്. അവിടെയും 6 മാർക്സിനുള്ള ക്വസ്റ്റൻ ആണ് വരിക. സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ എന്ന് പറയുമ്പോൾ മൈക്രോയുടെ സെക്കൻഡ് ചാപ്റ്റർ, തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയറും അതേപോലെ മാക്രോയുടെ സെക്കൻഡ് ചാപ്റ്റർ, നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങുമാണ്. 12 മാർക്സിനുള്ള ക്വസ്റ്റൻ ആണ് നമുക്ക് ആ ഒരു ചാപ്റ്ററുകളിൽ നിന്ന് മാത്രം ചോദിക്കുക. ഓക്കെ. അപ്പോൾ നമുക്കറിയാം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാനേ പറ്റത്തില്ല. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 ചാപ്റ്റേഴ്സാണ് അതെന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഓണം എക്സാമിന് എന്താ, നമുക്ക് ആകെ 3 ചാപ്റ്റേഴ്സേ ഉള്ളൂ. ഇപ്പോൾ പഠിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സെറ്റായിട്ട് പോകും. ഓക്കെ. ആൻഡ് നമുക്ക് ക്രിസ്മസ് എക്സാം വരുമ്പോഴോ നമുക്ക് 6 ചാപ്റ്റേഴ്സാണുള്ളത്. ക്രിസ്മസ് എക്സാമിന് നമുക്ക് എത്രയാണ്? മൈക്രോയുടെ 4ാമത്തെ ചാപ്റ്റർ, മൈക്രോയുടെ 5ാമത്തെ ചാപ്റ്റർ, മാക്രോയുടെ 1ാമത്തെ ചാപ്റ്റർ, മാക്രോയുടെ 2ാമത്തെ ചാപ്റ്റർ, മാക്രോയുടെ 3ാമത്തെ ചാപ്റ്റർ ആൻഡ് മാക്രോയുടെ 4ാമത്തെ ചാപ്റ്റർ. അങ്ങനെ 6 ചാപ്റ്റേഴ്സാണ് ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സമയം കളയാനേ ഇല്ല. ആൻഡ് നമ്മൾ ടേം 3, അതായത് നമ്മുടെ മോഡൽ എക്സാമിന് നമ്മൾ നോക്കുകയാണ്. മോഡൽ എക്സാമിന് മുമ്പേ നമ്മൾ എന്ത് തീർക്കും? ഗവൺമെൻറ് ബഡ്ജറ്റ് ആൻഡ് ഇക്കോണമിയും തീർക്കും, ഓപ്പൺ എക്കോണമി, മാക്രോ എക്കണോമിക്സും തീർക്കും. ടോട്ടൽ 11 ചാപ്റ്റേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് മൊത്തത്തിലുണ്ടാവുക. ഓക്കെ. അപ്പം നമ്മൾ ആദ്യം തന്നെ പഠിച്ചു തുടങ്ങിയാൽ വളരെ നല്ലതായിരിക്കും. കാരണം നമ്മുടെ +1 പോലെ അല്ല +2ലേക്ക് വരുമ്പോൾ കമ്പാരിറ്റീവ്ലി ടഫാണ്.
ഓക്കെ, കമ്പാരിറ്റീവ്ലി ടഫാണ്. മിസ് വീണ്ടും വീണ്ടും പറയുകയാണ്, നമുക്ക് പഴയ എക്കണോമിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ എക്കണോമിക്സ് ഡെവലപ്മെന്റ് ഒക്കെ എക്സാമിന് തലേന്നൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറ്റും. പക്ഷേ ഇത് അങ്ങനെ പറ്റുന്നതല്ല. നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, ഒരേപോലെ ഇരിക്കുന്ന ഒരുപാട് ഗ്രാഫുകളുണ്ട്. ഡിമാൻഡ് സപ്ലൈ ഒക്കെ വരുമ്പോൾ ഡിമാൻഡ് എങ്ങോട്ടാണ് സപ്ലൈ എങ്ങോട്ടാണെന്നുള്ള കൺഫ്യൂഷൻ കാര്യങ്ങളും വരും. അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഒക്കെ വരാണ്ടിരിക്കാൻ നമ്മളിപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങിയേ പറ്റുള്ളൂ. അതിനായിട്ടാണ് നിങ്ങൾ ഗോദ ബാച്ചിൽ ജോയിൻ ചെയ്തതെന്ന് മിസ്സിന് അറിയാം. അപ്പോൾ നമ്മുടെ ഗോദ ബാച്ചിൽ ജോയിൻ ചെയ്ത കുഞ്ഞുങ്ങൾക്ക് എന്താ, യെസ്, നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് കിട്ടും. ഇങ്ങനെ കോണ്ടൻറ്റ്സ് എന്ന് പറഞ്ഞൊരു പേജ് വരും. അവിടെ എന്താണ് അക്കൗണ്ടൻസിയുടെ കൊടുത്തിട്ടുണ്ട്, ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ്, എന്താ നമ്മുടെ അങ്ങനെ എല്ലാ സബ്ജക്ട്സും, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അതേപോലെ ഇംഗ്ലീഷും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൽ നമ്മളിപ്പോൾ എക്കണോമിക്സ് ആണ് സെലക്ട് ചെയ്തതെന്ന് നോക്കിക്കഴിഞ്ഞാൽ എക്കണോമിക്സിൽ നമ്മളിപ്പോൾ കൊടുക്കുന്നത് മൈക്രോ ആണ്. ഓക്കെ, നമുക്ക് എന്താ ഓണം എക്സാമിന് മൈക്രോ എക്കണോമിക്സ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ഇങ്ങനെ ഒരു ഫോൾഡർ ഓപ്പൺ ആയി വരും. മൈക്രോ എന്ന് പറഞ്ഞാൽ ഫോൾഡർ ഓപ്പൺ ആയി. അതിലെന്താ ഫസ്റ്റ് ചാപ്റ്ററും കൊടുത്തിട്ടുണ്ട്, സെക്കൻഡ് ചാപ്റ്ററും കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്താ അതിൽ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് എന്താ ഒരു ഏറ്റവും കൂടി പോയ 20 minutes, അതിൽ കൂടുതൽ ഒരു വീഡിയോ ഉണ്ടാവത്തില്ല. കാരണം നിങ്ങൾക്ക് ഏറ്റവും ഷോർട്ട് വീഡിയോസ് നമുക്ക് പറയാം. അതായത് നമുക്കറിയാം നമ്മളൊരു വീഡിയോ കൂടി പോയാൽ കാണുന്ന 20 minutes ആയിരിക്കും. അതിൽ കൂടുതൽ നമ്മൾ കാണൂല അല്ലേ, നമ്മൾ സ്കിപ്പ് ചെയ്ത് വിടും. അപ്പോൾ എന്താ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിനും, അല്ലെങ്കിൽ നിങ്ങളൊരു ക്ലാസ് മിസ് ചെയ്ത് പോയി, സ്കൂളിലൊരു ക്ലാസ് മിസ് ചെയ്ത് പോയി, വയ്യാണ്ടായി, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമിന് പോയി മിസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ റെക്കോർഡ് ക്ലാസ്സസ് അവിടെ തന്നെയുണ്ട്. നിങ്ങൾക്ക് ആ ക്ലാസ് ബാക്ക് നിങ്ങൾക്ക് എന്താ സ്ലോയിൽ കാണാം, സ്പീഡിൽ കാണാം, സ്കിപ്പ് ചെയ്ത് കാണാം. അങ്ങനെ എല്ലാ ഒരു സവിശേഷതയും നിങ്ങൾക്ക് അവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഡൗട്ടുള്ള പോർഷൻസ് പിന്നെയും നിങ്ങൾക്ക് ഇരുന്ന് കാണാൻ സാധിക്കുന്നതാണ്. എന്നിട്ട് നമ്മുടെ ഈ ചാപ്റ്റേഴ്സ്, നമ്മുടെ ഈ വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഒരു പ്രോപ്പർ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ആ ടൈം ടേബിൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ എന്നിട്ട് എന്താ നിങ്ങൾ ഈ ക്ലാസ്സസ് ഒക്കെ കണ്ടു കഴിയുമ്പോൾ എന്താ ഒരു ഡൗട്ട് ക്ലിയറൻസ് സെഷൻ വെക്കും. ഓക്കെ, ലൈവായിട്ട്. ഓക്കെ, അതിനു മുമ്പേ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ വരുന്നത് ഒന്ന് വെനസ്ഡേയും, 2 ഡൗട്ട് ക്ലിയറിംഗ് സെഷനാണ് വരുന്നത്. ഒന്ന് വെനസ്ഡേയും ഒന്ന് സാറ്റർഡേയും ആയിരിക്കും വരിക. ഓക്കെ, അതിനു മുമ്പ് നിങ്ങൾക്ക് എന്താ നമ്മുടെ ഈ സെഷൻ വരുന്നതിന് തലേ ദിവസം നിങ്ങൾക്ക് ഒരു ഗൂഗിൾ ഫോംസ് കിട്ടുന്നതായിരിക്കും. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ഷീറ്റ് കിട്ടും. അപ്പോൾ നമ്മൾ ആ ഒരു ടോപ്പിക്ക് സ്പെസിഫിക്കലി എടുത്ത് പഠിപ്പിക്കും. ആൻഡ് നിങ്ങൾക്ക് ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ആ ലൈവിൽ തന്നെ നിങ്ങൾക്ക് ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇൻ കേസ് നിങ്ങൾക്ക് ഈ ഡൗട്ട് ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ഇൻ കേസിൻ്റെ കാര്യമാണ് പറയുന്നത്, എങ്ങാനും പറ്റിയില്ലെങ്കിൽ നമ്മുടെ ലൈവ് ക്ലാസ് റെക്കോർഡിങ്സും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ പറയുക, ഫോർ സപ്പോസ് നിങ്ങളൊരു ഡൗട്ട് ചോദിച്ചിരുന്നു, നമ്മുടെ ഗൂഗിൾ ഷീറ്റിൽ ചോദിച്ചിരുന്നു, പക്ഷെ നിങ്ങൾക്ക് അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾക്ക് ആ ഒരു ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമ്മുടെ ലൈവ് ക്ലാസ് റെക്കോർഡിങ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എല്ലാ കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ, ഇപ്പോൾ എക്കണോമിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു, ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഒരു ക്ലാസ് നമ്മുടെ ചാപ്റ്റർ വൈസ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അത് MCQസിൻ്റെ രൂപത്തിലായിരിക്കും നമ്മുടെ ഈ ഒരു ടെസ്റ്റ് പേപ്പർ നടത്തുക. ഓക്കെ, യെസ്, അത്രയാണ് ഉള്ളത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയുകയാണ്, നമ്മുടെ ഈ റെക്കോർഡഡ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുമല്ലോ, ഇത് പ്രൊവൈഡ് ചെയ്യുന്നതിന് ശേഷം ഇതിൻ്റെ നോട്ട്സും നിങ്ങൾക്ക് അതിൽ തന്നെ കിട്ടുന്നതായിരിക്കും. ഈ ഒരു ചാപ്റ്റർ മൊത്തം നോക്കി കഴിയുമ്പോൾ ഇവിടെ നോക്കിയേ, ഈ ചാപ്റ്റർ നോക്കിയേ 7 വീഡിയോസ് ആൻഡ് 1 ഫയൽസ് എന്നാണ്. ഈ 1 ഫയൽ എന്ന് പറയുന്നത് നോട്ട്സ് ആയിരിക്കും. ആ നോട്ട്സ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ആൻഡ് മറ്റൊരു പ്രത്യേക കാര്യം മിസ്സിന് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് എക്സാമിൻ്റെ ടൈം ആകുമ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. +1 മാർക്ക് കുറഞ്ഞു പോയവരും എക്സ്പെക്ട് ചെയ്ത മാർക്ക് കിട്ടാത്ത കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരൊന്നുകൊണ്ടും സങ്കടപ്പെടേണ്ട, നമ്മളിവിടെ പിടിച്ചെടുക്കും, നമ്മളിവിടെ ഫുൾ മാർക്സ് മേടിച്ചിരിക്കും. അപ്പോൾ അതിനായിട്ട് നമ്മളെല്ലാം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്.